പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ ഫാമിലി ടൈമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ഒരു പ്രാവശ്യമോടെ സ്വാഗതം ചെയ്യുകയാണ്. കുറേ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെയും ഞങ്ങളുടെ ഫാമിലി ടൈം ചെയ്യുവാൻ ഇടയായത്. പലവിധമായ തിരക്കുകൾ കാരണം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നലെ നമ്മുടെ വിമൺ ഫോർ ജീസസിൻ്റെ 200ാമത്തെ എപ്പിസോഡ് തികയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആസാദിയുടെ ഈ ഒരു ശുശ്രൂഷയോട് പ്രിയപ്പെട്ട ദൈവമക്കളൊക്കെ കാണിച്ച പ്രാർത്ഥനയ്ക്കും ഒക്കെ നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിനെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 94,000 നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കുന്നു. ഇനിയും കുറേ സബ്സ്ക്രിപ്ഷനോട് മതി നമുക്ക് 1,00,000 തികയാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ നമ്മൾ ചാനലിൽ ഒരു പ്രോഗ്രാമിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ അങ്ങനെ എല്ലാവരും പറയും. പക്ഷേ അങ്ങനെ പറയാതെ തന്നെ ദൈവമക്കൾ ഈ ശുശ്രൂഷയെ സ്നേഹിച്ചു, സപ്പോർട്ട് ചെയ്തു. നന്ദി പറയുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് പറയണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങൾ കഴിഞ്ഞ 1-2 ലൈവൊക്കെ നടക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ ശുശ്രൂഷകൾ ലൈവൊക്കെ നടക്കുന്നത് ന്യൂ ബോംബെയിൽ നിന്നാണ്. ചില പ്രത്യേക കാരണങ്ങളാൽ ഞങ്ങൾ ഭാഗികമായിട്ട് കുറേ ദിവസം ന്യൂ ബോംബെയിലൊക്കെ താമസം മാറ്റി എന്നൊക്കെ പറയാനിടയായിട്ടുണ്ട്. അപ്പോൾ പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, പാസ്റ്ററെ ന്യൂ ബോംബെയിൽ എവിടെയാ, എന്തിനാണ് ന്യൂ ബോംബെയിൽ വന്നത് എന്നൊക്കെ ചോദിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി ഒന്ന് പറയാം. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ, ചിന്തിക്കാതെ ദൈവം ഞങ്ങളുടെ കാലുകളെ ന്യൂ ബോംബെയിൽ എത്തിച്ചു എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ സ്റ്റോറി എവിടെ തുടങ്ങണം? ഒരു പ്രവചന ദൂതിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ വർഷം മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ ആ സമയത്ത് കുവൈറ്റിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അവിടെ സന്തോഷ് പാസ്റ്റർ ചർച്ചിൽ, രഹബോത്ത് ഏജി ചർച്ചിൽ 40 ദിവസത്തിൻ്റെ ഉപവാസ പ്രാർത്ഥന അവിടെ ഞാനും മറ്റ് പല ദൈവദാസന്മാരും ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉള്ള സമയത്ത് ഒരു സെഷനിൽ വളരെ യാദൃച്ഛികമായിട്ട് കർത്താവിൽ പ്രശസ്തനാകുന്ന സാമച്ചൻ പാസ്റ്റർ ആ മീറ്റിങ്ങിന് വന്നു. അപ്പോൾ സാമച്ചൻ പാസ്റ്റർക്ക് എന്നെ നേരിട്ട് പരിചയമൊന്നുമില്ല. അദ്ദേഹം ആസാദി TV കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാണാനുള്ള സാധ്യത കുറവാണ്. കാരണം അദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞ ശേഷം സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ആസാദി TVയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നു. ഒരു മീറ്റിങ്ങിലല്ല, ജോയ് പാസ്റ്റർ വീട്ടിൽ വെച്ച് ഞങ്ങൾ സാമച്ചൻ പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് മുട്ടുകുത്തിയിട്ട് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണടച്ച് കുറേ ദൂതുകൾ പറഞ്ഞു. അദ്ദേഹം നമ്മുടെ സ്റ്റുഡിയോ റൂമിനെ കുറിച്ച്, ക്യാമറ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ പ്രവചനാത്മാവിൽ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം വളരെ വിചിത്രമാകുന്ന ഒരു പ്രവചനം നടത്തി. അതെനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ബോംബെയിലെ വാശി ബ്രിഡ്ജ് കയറി ന്യൂ ബോംബെക്ക് പോകുന്നത് കാണുന്നു. മലകളൊക്കെയുള്ള ഒരു സ്ഥലം ഞാൻ കാണുന്നു. വിചിത്രമെന്ന് എനിക്ക് തോന്നാൻ കാരണം, ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് 24 വർഷമായിട്ട് ബോംബെയിലാണ് താമസിക്കുന്നത്. ന്യൂ ബോംബെയിലൊക്കെ വല്ലപ്പോഴും പോയിട്ട് വന്നതല്ലാതെ ഈ ദേശവുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പരിചയങ്ങളുണ്ട്, പരിചയക്കാർ താമസിക്കുന്നുണ്ട്, അല്ലാതെ ഞങ്ങളുടെ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ ബ്രാഞ്ചസോ പ്രവർത്തനങ്ങളോ ന്യൂ ബോംബെയുമായിട്ട് ഒരു ബന്ധവും അങ്ങനെയില്ല. ന്യൂ ബോംബെ ശരിക്കും ഞങ്ങൾക്ക് അപരിചിതമാകുന്ന ഒരു സ്ഥലമാണ്. കൂടുതലും വെസ്റ്റേൺ സബർബ്സിലാണ് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. താന ജില്ലയിലും മീരാ റോഡിലും ബൈന്ദറിലും വസായിലും വിരാറിലും വെസ്റ്റേൺ ലൈനിലാണ് കൂടുതലും നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ആ ദൂത് കേട്ടപ്പോൾ തോന്നി, ഇതെങ്ങനെ സംഭവിക്കും? കാരണം ന്യൂ ബോംബെയിലേക്ക് പോകാൻ ഒരു പ്ലാനുമില്ല, ഒരു പദ്ധതിയുമില്ല. കുറേ പ്രവചനങ്ങൾ അദ്ദേഹം പറവാനിടയിൽ തീർന്നു. അത് റെക്കോർഡ് ചെയ്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലെ ഓരോ പ്രവചനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ന്യൂ ബോംബെയെക്കുറിച്ച് മാർച്ച് മാസത്തിൽ ആ ദേവദാസൻ പറഞ്ഞ പ്രവചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ
ന്യൂ ബോംബെയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. 1 മാസത്തോളമായി ഞങ്ങളിവിടെ കാല് വെച്ചിട്ട് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ഞാൻ വീട്ടിൽ വന്ന് സാൻഡിയോട് പിന്നീട് ഇത് പറവാനടിയെ തുടർന്ന് ന്യൂ ബോംബെക്ക് പോകുന്നതായിട്ടൊരു പ്രവചനമൊക്കെ ഉണ്ട് എന്ന് പറവാനടിയെ തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചിലെ പ്രതീഷ് ബ്രദർ ഫാമിലിക്ക് ന്യൂ ബോംബെയിൽ പനവേൽ സൈഡിൽ അവർക്ക് 2 ഫ്ലാറ്റ് ദൈവം കൊടുത്തു. അത് വലിയൊരു സ്റ്റോറിയാണ്. പ്രതീഷ് ബ്രദറിൻ്റെ ടെസ്റ്റിമണി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണത്. ഭയങ്കര വലിയ സ്റ്റോറി. അതുകൊണ്ട് അവരുടെ സെക്കൻഡ് പാർട്ടിൽ ആ സ്റ്റോറി നമുക്ക് കേൾക്കാം, അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ പനവേലിൽ അദ്ദേഹം ആ ഫ്ലാറ്റ് കിട്ടിക്കഴിഞ്ഞ് അത് പ്രാർത്ഥിച്ച് അതിനെ സമർപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ചർച്ചായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും സാമച്ചൻ പാസ്റ്റർ പറഞ്ഞ പ്രവചനം ഭാഗികമായിട്ടെങ്കിലും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചർച്ച് ന്യൂ ബോംബെയിൽ വന്നിരിക്കുന്നു, ഇവിടെ ഒരു ഫ്ലാറ്റ് ദൈവം തന്നിരിക്കുന്നു. ഞാൻ ചിന്തിച്ച് അങ്ങനെ ആയിരിക്കും ആ പ്രവചനം നിവർത്തിക്കുന്നത്. പക്ഷേ പ്രതീക്ഷ റൂം ഫാമിലി അവിടെയല്ല താമസിക്കുന്നത്. ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവർ മിരാ റോഡിൽ ഞങ്ങളുടെ ചർച്ചിൽ തന്നെ വരുന്നു. അപ്പോൾ അങ്ങനെ അത് നിൽക്കുമ്പോൾ ഇനിയും പറയാൻ പോകുന്നതാണ് വളരെ അത്ഭുതകരമാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ട ചില അനുഭവങ്ങൾ. ഡോണ മോളുടെ അഡ്മിഷൻ. അപ്പോൾ ആരംഭം മുതൽ പറയണം. ഡോണ മോളെ വളരെ വർഷങ്ങൾ കൊണ്ടേ ആര് കണ്ടാലും അവളോട് പറയും, നീ ഒരു ഡോക്ടറായി മാറുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഡോക്ടറാകും എന്ന് പറഞ്ഞ് അവളുടെ മനസ്സിലും കയറി ഒരു MBBS ഡോക്ടറാകണം. അതിനുള്ള തയ്യാറെടുപ്പായിട്ട് നീറ്റിൻ്റെ കോച്ചിങ്ങുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലാണ് അവളെ വിടുകയൊക്കെ ചെയ്തത്. 11th 12th ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലാണ് അവളെ വിട്ടത്. നീറ്റിന് ഞങ്ങൾ അതായത് അപ്ലൈ ചെയ്തു, എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ എല്ലാവരും MBBS എന്ന് പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കർത്താവിൻ്റെ ദാസി ഒരിക്കൽ സാൻഡിയെ വിളിച്ചിട്ട് പറഞ്ഞു, വിളിക്കുമായിരുന്നോ മെസ്സേജ് ഇടുകയാണ്, മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഡോണാമോയുടെ കാര്യത്തിൽ ഡാനിയുടെയും ഡോണായുടെയും കാര്യത്തിൽ പ്രവാചകന്മാരും അവരും ഇവരും ഒക്കെ പലത് പറയും, അത് കേട്ട് നിങ്ങൾ എടുത്തു ചാടരുത്. ദൈവം നിങ്ങളോട് തന്നെ സംസാരിക്കും എന്ത് വിദ്യാഭ്യാസമാണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ചുറ്റും ഒത്തിരി പ്രവചനമുണ്ട്. ഞാൻ ആദ്യം നിവർത്തിക്കപ്പെട്ട ഒരു പ്രവചനമാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് എല്ലാ പ്രവചനവും ശരിയാകണം എന്നില്ല എന്നൊരു ഫാക്റ്റുമാണ്. അപ്പോൾ ആളുകളിങ്ങനെ ഇപ്പോഴത്തെ കാലത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പ്രവാചകന്മാർക്ക് ഇഷ്ടമാണ് ഡോക്ടറാകുമെന്നൊക്കെ പ്രവചിക്കാൻ. കുഞ്ഞുങ്ങൾക്ക് അത് സന്തോഷമാണ്. പക്ഷെ അതുകൊണ്ടത് ദൈവിക ആലോചനയാകണമെന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് നാം വിവേചിച്ചറിഞ്ഞ് നല്ലത് മാത്രം മുറുകെ പിടിക്കുക. ഏത് പ്രവാചകൻ പ്രവചിച്ചാലും പ്രവാചകന്മാർക്ക് കുറവുകളുണ്ട്, അവർ മനുഷ്യരാണ്. ചിലപ്പോൾ അവർ ഡോക്ടറേറ്റ് എടുക്കുന്നതിനെ പറ്റിയായിരിക്കും ചിലപ്പോൾ. അതെ, അവർ പറഞ്ഞതിൽ തെറ്റ് പറ്റിയില്ലെന്നാണ് സാൻഡി പറയുന്നത്. കാരണം നാളെ ഇനി അവൾ ഇപ്പം പഠിക്കാൻ പോകുന്ന കോഴ്സിൽ ഡോക്ടറേറ്റ് എടുത്താലോ PhD ഡോക്ടറായാലോ അതിനൊരു സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താണെങ്കിലും MBBS ഡോക്ടർ എന്ന് വ്യക്തമായിട്ട് പ്രവചിച്ച ആളുകളുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ആകുന്നവരെ പറഞ്ഞ ആളുകളുണ്ട്. പോകട്ടെ, ഞങ്ങളോട് ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും കേട്ട് ഡിസിഷൻസ് എടുക്കരുത്. ഡാനിമോൻ MSCക്ക് അഡ്മിഷൻ കിട്ടി, അവനങ്ങനെ പോയി. ഡോണാമോളുടെ കാര്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ആകെപ്പാടെ ഫോക്കസ് ചെയ്തത് നീറ്റ് എഴുതിക്കുക, അവളെ MBBSന് വിടുക. ഇവിടെ എങ്ങും കിട്ടിയില്ലെങ്കിൽ വിദേശത്ത് വിട്ടാണെങ്കിലും അവളെ ഡോക്ടറാക്കണം. കാരണം അങ്ങനെയല്ലേ പ്രവചനം. അപ്പോൾ പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ചിന്തകൾ വന്നതുകൊണ്ട് അത് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, മോടെ കാര്യത്തിൽ നിൻ്റെ ഒരു ആലോചന ഉണ്ടാകണം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവളെ BSc സൈക്കോളജിക്ക് വിടണം. നിങ്ങൾ കേൾക്കണേ, ഡോക്ടറാക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയും, അവളെ BSc സൈക്കോളജിക്ക് വിടണം. ഞാൻ ഇത് കേട്ടതും ഡോണാമോളെ പെട്ടെന്ന് മുറിയിലോട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുക. വിളിച്ചിട്ട് ഞാൻ മോളോട് പറഞ്ഞു, മോളെ നീ BSc സൈക്കോളജി പഠിക്കാൻ പോവുക കേട്ടോ, ദൈവഹിതം അതാണെന്ന് പറഞ്ഞു. അവൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. കാരണം അത്രയും നാളും ഡോക്ടർ MBBS എന്ന് മാത്രം മനസ്സിൽ കയറ്റി വെച്ചിട്ട് അവസാനം എന്നിട്ട് ഡാഡി പറയുന്നു BSc സൈക്കോളജി പഠിക്കാൻ പോകണമെന്ന്. എന്താ ദൈവോദ്ദേശം? അവൾ ഒന്ന്
ഒന്ന് എന്താ പറയുക വിഷമിക്കുകയോ ഒക്കെ ചെയ്തിട്ട് കരഞ്ഞൊന്നുമില്ല, സങ്കടപ്പെട്ടൊന്നുമില്ല. അവൾ റൂമിൻ്റെ വെളിയിലോട്ട് പോയി. റൂമിൻ്റെ വെളിയിലോട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നിട്ട് അവൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഡൽഹിയിലൊരു ക്യാമ്പ് നടക്കുമ്പോൾ, യൂത്ത് ക്യാമ്പ് നടക്കുമ്പോൾ, നമ്മുടെ ജെഫിൻ പാസ്റ്റർ പാസ്റ്റർ സക്രിയ ജോൺ ബാംഗ്ലൂരിൽ നിന്ന്, അദ്ദേഹം ആ ക്യാമ്പിലുണ്ടായിരുന്നു. അദ്ദേഹം ഡോണമോളുമായിട്ട് സംസാരിക്കുമ്പോൾ മോളോട് ചോദിച്ചു, മോളെ നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? അവൾ പറഞ്ഞു, നീറ്റ് എഴുതണം, MBBSന് അഡ്മിഷൻ എടുക്കണം, അങ്ങനെ പോകണം. അപ്പോൾ സക്രിയ ജോൺ പാസ്റ്റർ, ജെഫിൻ പാസ്റ്റർ പറഞ്ഞു, മോളെ നീ എന്തിനാണ് ഈ MBBSന് പോകുന്നത്? നീ BSc സൈക്കോളജി എടുക്കണം. നോക്കണമേ എങ്ങനെയാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ജെഫിൻ പാസ്റ്റർ കൊടുത്ത ഒരു പ്രോഫറ്റിക് മെസ്സേജ് അതവിടെ ഉള്ളിക്കിടപ്പുണ്ട്. പക്ഷേ അവൾക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി പ്രവാചകന്മാരല്ലേ നീ MBBS ഗൈനക്കോളജിസ്റ്റ് ആകുന്നൊക്കെ പ്രവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോഴാണ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നത്. ജെഫിൻ പാസ്റ്റർ ഈ കാര്യം പറഞ്ഞതൊന്നും അറിയാതെ തന്നെ അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഓക്കെ ശരി, അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻസ് മാറ്റുകയാണ്, ദൈവഗീതം അനുസരിച്ച് പോവുകയാണ്. അടുത്തതായിട്ടുള്ള പ്രശ്നം, ബോംബെയിലെ കോളേജുകളിൽ എവിടെയൊക്കെ BSc സൈക്കോളജി ഉണ്ടെന്ന് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. വളരെ ചുരുക്കം കോളേജിലേ ഉള്ളൂ. BA സൈക്കോളജി പല കോളേജുകളിലുണ്ട്. മിക്കവാറും ക്രിസ്ത്യൻ കോളേജുകളിലൊക്കെ BA സൈക്കോളജിയിലുണ്ട് അഡ്മിഷൻ കിട്ടാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമാണ്. പക്ഷേ BSc സൈക്കോളജി ചുരുക്കം കോളേജുകളിലാണ് ഉള്ളത്. 3-4 കോളേജുകൾ ഞങ്ങളുടെ ഓർമ്മയിൽ, 4 കോളേജുകളിൽ മാത്രമാണ് ബോംബെ, ന്യൂ ബോംബെ എല്ലാം കൂടെ കൂടിയുള്ളത്. ന്യൂ ബോംബെ 2 കോളേജുണ്ട്, ബോംബെ സൈഡിൽ 2 കോളേജുണ്ട്, താന ഡിസ്ട്രിക്റ്റിൽ 1 കോളേജ് ലഭില്ല. അപ്പോൾ 3 ഡിസ്ട്രിക്റ്റിലായിട്ട് 4 കോളേജുകൾ മാത്രം. അഡ്മിഷന് ഭയങ്കര തിരക്കാണ്. മോൾ ആകെപ്പാട് 2 കോളേജിൽ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. 2 കോളേജ്. ആദ്യത്തെ കോളേജിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അവൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഇനി ആകെ 1 കോളേജ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവിടെ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ അവളെ വഴക്ക് പറഞ്ഞു, വേറെ 2 കോളേജ് കൂടെ ഉണ്ട്, അവിടെയും കൂടെ നീ ഒന്ന് അപ്ലൈ ചെയ്യാൻ വയ്യായിരുന്നു, നീ എന്തിനാണ് ഇത് മാത്രം ലക്ഷ്യമിട്ടത്? ഒരു പേരുള്ള കോളേജാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയമുണ്ട് അവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അവിടുത്തെ അഡ്മിഷൻ മെറിറ്റ് അല്ല, എൻട്രൻസ് ടെസ്റ്റാണ്. അപ്പോൾ എൻട്രൻസിൽ നല്ല മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ റാങ്ക് ലിസ്റ്റിൽ മുമ്പോട്ട് വരികയുള്ളൂ. 12th മാർക്ക് വെച്ചല്ല അവിടെ അഡ്മിഷൻ. അപ്പോൾ ആകെ 1 കോളേജ് മാത്രം ശേഷിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായി കേട്ടോ. കർത്താവേ, കുഞ്ഞിൻ്റെ 1 വർഷം നഷ്ടപ്പെടുമോ? BSc സൈക്കോളജി എന്ന് പറഞ്ഞ് ദൈവഹിതമാണെന്ന് പറഞ്ഞ് നമ്മൾ ചാടി ഇറങ്ങി. ആകെപ്പാടെ 1 കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, ഒറ്റ കോളേജ് മാത്രം ശേഷിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? അവൾക്കും ഭയങ്കര ടെൻഷനായി കേട്ടോ. അവൾക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. NMIMS എന്ന് പറഞ്ഞ കോളേജാണ്, വിലപ്പാറളയാണ്. അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓൾ ഇന്ത്യ ലെവലിൽ എൻട്രൻസ് നടന്നിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള നല്ല ടോപ്പായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ അഡ്മിഷന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ടെൻഷനായി, ഞങ്ങൾക്ക് ഭയമായി. ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. 1 കോളേജ് ഉണ്ടായിരുന്നു, അല്പം കൂടെ മാർക്ക് കുറവാണെങ്കിൽ കിട്ടുന്ന കോളേജ് ഉണ്ടായിരുന്നു, നീ എന്താ അവിടെ കൊടുക്കാഞ്ഞത്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കവിടെ വേണ്ട, കാരണം അതൊരു നല്ല കോളേജല്ല. അവിടെ ആഗ്രഹം ഈ നല്ല കോളേജിൽ പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കണമേ, വിലേപ്പാറയിലെ NMIMSലാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത്. ന്യൂ ബോംബെയിൽ ഖാർഗറിൽ ഒരു NMIMSൻ്റെ ബ്രാഞ്ചുണ്ട്. ഞങ്ങളത് ഇഗ്നോർ ചെയ്തു, കാരണം ന്യൂ ബോംബെ ആയതുകൊണ്ട്, ദൂരമായതുകൊണ്ട് വേണ്ട എന്ന് ചിന്തിച്ചു. ഈ ടെൻഷൻ കൂടിയപ്പോൾ ഇനി എന്താ, വേറെ മാർഗമൊന്നുമില്ല. ഇവിടെ ബോംബെ ബ്രാഞ്ചിൽ കിട്ടിയില്ലെങ്കിൽ ന്യൂ ബോംബെയിലെങ്കിലും കിട്ടണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞു, എന്തെങ്കിലും മാർഗമുണ്ടോ ഖാർഗർ ബ്രാഞ്ചിലൂടെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഓൾറെഡി ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു. എൻട്രൻസ് എക്സാം കഴിഞ്ഞായിരുന്നു ഇല്ലല്ലേ? എൻട്രൻസ് എക്സാമും കഴിഞ്ഞു, ആപ്ലിക്കേഷൻ്റെ ഡേറ്റും കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ്ഡ് ആണ്, ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും ഡോണമോള് NMIMSന് ഒരു ഇമെയിൽ അയച്ചു. അവളെ എഴുതി, ഫസ്റ്റ് ചോയ്സ് ഞാൻ ബോംബെ വെച്ചിരിക്കുന്നത്, എനിക്ക് സെക്കൻഡ് ചോയ്സായിട്ട് ഖാർഗർ വെക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഖാർഗർ സെക്കൻഡ് ചോയ്സായിട്ട് വെക്കാൻ? അപ്പോൾ രണ്ടും ഒരു മാനേജ്മെൻറ്റാണ്. എൻട്രൻസ് എക്സാം ഒന്നിച്ചാണ്, ഒരേ എൻട്രൻസ് എക്സാമാണ്, 2 അല്ല, 2 കോളേജിനും വേണ്ടി. എന്തായാലും അവിടുന്ന് റിപ്ലൈ അവർക്ക് ഇമെയിൽ വന്നു, ഞങ്ങൾ നിൻ്റെ സെക്കൻഡ് ചോയ്സായിട്ട് ഖാർഗർ NMIMS ഞങ്ങൾ
ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവൾക്ക് ഫസ്റ്റ് ചോയ്സ് വിലേപ്പാളയും സെക്കൻഡ് ചോയ്സ് ഖാർഗറും. അപ്പോൾ ഇപ്പോൾ ഓപ്ഷൻ രണ്ടായി, ഒന്നിൽ വിലേപ്പാളെ അല്ലെങ്കിൽ ഖാർഗർ. എന്താണെങ്കിലും എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ, മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ വിലേപ്പാളെ വെയിറ്റിംഗ് ലിസ്റ്റും ഖാർഗറിൽ ആദ്യ ലിസ്റ്റിൽ തന്നെ അവൾക്ക് അഡ്മിഷനും കിട്ടി. ഇനി ടെൻഷനായി, അയ്യോ ദൈവമേ വിലേപ്പാളെ കിട്ടിയില്ലല്ലോ, അടുത്ത കോളേജ് ട്രെയിൻ കയറി അങ്ങോട്ട് പോയാൽ മതി, അരമണിക്കൂറത്തെ യാത്രയുള്ളൂ. വിലേപ്പാള എന്ന് പറഞ്ഞാൽ അടുത്ത്, പക്ഷേ ഖാർഗർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരെ, 4 ട്രെയിൻ മാറിക്കയറണം. ഞങ്ങളുടെ അവിടെ നിന്നൊരു ട്രെയിൻ ദാദർ വരെ, ദാദറിൽ നിന്ന് കുർള, കുർളയിൽ നിന്ന് ബേലാപ്പൂരിൽ നിന്നൊരു മെട്രോ ട്രെയിൻ, 4 ട്രെയിൻ മാറിക്കയറി വേണം കോളേജിൽ ചെല്ലാൻ. കുറഞ്ഞതൊരു 2.5-3 മണിക്കൂർ, ചിലപ്പോൾ 4 മണിക്കൂർ എടുക്കും ട്രാഫിക്കും മറ്റും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങ് ചെന്നെത്തുവാൻ വേണ്ടി. 2-3 റൂട്ടുണ്ട്, എല്ലാ റൂട്ടും ഒന്നൊന്നിന് മോശം. ചുരുക്കി പറഞ്ഞാൽ 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അങ്ങോട്ട്, 3 മണിക്കൂർ ഇങ്ങോട്ട്, 6 മണിക്കൂർ യാത്ര. ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങളാകപ്പാടെ ടെൻഷൻ കയറി വിലേപ്പാളയുള്ള കോളേജിൽ ചെന്ന് ചോദിച്ചു, എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇവർക്ക് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൽ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ? അവർ പറഞ്ഞു സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരണമെന്ന് പോലും ഇല്ല, കാരണം ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് തന്നെ ഫില്ലായിരിക്കുകയാണ്, ഇനി സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ഇടാൻ സാധ്യതയില്ല, ഇവൾ വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കുകയാണ്. എന്തായാലും ഇനി ഖാർഗറിൽ എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഖാർഗറിൽ ഞങ്ങൾ പോയി അഡ്മിഷൻ എടുത്തു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ വാശി ബ്രിഡ്ജ് കയറി ഖാർഗറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ വഴിയിൽ ഞങ്ങൾ കണ്ടു മുഴുവൻ മല നിറഞ്ഞ ഒരു ഭാഗം. അത് ഖാർഗറിൻ്റെ ഒരു സൈഡ് മുഴുവൻ മലയാണ് കേട്ടോ. ആ മലയിലൂടെ വാട്ടർഫോളൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. സാമച്ചൻ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മലകളുള്ളൊരു സ്ഥലം ഞാൻ കാണുന്നു. ന്യൂ ബോംബെയിലേക്ക് വാശി ബ്രിഡ്ജ് കയറി പോകുന്നെന്നൊക്കെ പറയുന്ന പ്രവചനം അവിടെ നിവൃത്തിയാകുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ വന്നു കഴിഞ്ഞ് അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് ആദ്യത്തെ 1.5 ആഴ്ച ഞാൻ എല്ലാ ദിവസവും മോളെ കൊണ്ടുപോകും. ഞാനും തിരക്കായി. നമ്മുടെ ചർച്ചിൻ്റെ പ്രോഗ്രാം, ആസാദിയുടെ പ്രോഗ്രാം. ഞങ്ങൾക്ക് അവസാനം മനസ്സിലായി ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തുകൊണ്ട് ഇവൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിൽ 10 മാസത്തേക്ക് അപ്രോക്സിമേറ്റ്ലി 4 ലക്ഷം രൂപ ആകും എല്ലാം കൂടെ ഫീസ് 10 മാസത്തേക്ക്. അപ്പോൾ 4 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഹോസ്റ്റൽ ഫീസ്. ഒരു വർഷമില്ല, 10 മാസമേ ഉള്ളൂ. 2 മാസത്തെ അവധി വിട്ട് കളഞ്ഞാൽ 10 മാസമേ ഉള്ളൂ. അത് ഭയങ്കര കൂടുതലാണ്. തന്നെയല്ല ഹോസ്റ്റൽ കൾച്ചർ അറിയാമല്ലോ. ഇവിടെ ബോംബെയിലെ കുട്ടികൾ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവളുടെ കൂടെ അഡ്മിഷൻ എടുത്തതിൽ 80% കുട്ടികളും ഔട്ട് ഓഫ് മഹാരാഷ്ട്ര വന്ന, പഞ്ചാബ്, മേഘാലയ, തമിഴ്നാട്ടിൽ നിന്ന് വരെ കുട്ടികളുണ്ട്. ഹിമാചൽ പ്രദേശ്, ഒത്തിരി അല്ലേ, ഛത്തീസ്ഗഡ്, റായ്പൂരുകാരുണ്ട്, ഡൽഹിക്കാരുണ്ട്, ഓൾ ഓവർ ഇന്ത്യ. കാരണം ഓൾ ഓവർ ഇന്ത്യ എൻട്രൻസ് ആണ്. ഓൾ ഓവർ ഇന്ത്യ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജാണ്. ഇപ്പോൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, നിനക്ക് NMIMS-ലാണ് അഡ്മിഷൻ കിട്ടിയത് എന്ന് പറയത്തക്കോണം. ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾക്ക് അഡ്മിഷൻ കൊടുത്തു. ദൈവത്തിന് മഹത്വം. അവളുടെ മെറിറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് നോക്കിയാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അതും ദൈവത്തിൻ്റെ പ്രവൃത്തി. ആദ്യം അഡ്മിഷൻ കിട്ടാതെ പോയ കോളേജിൽ അവളുടെ 12th മാർക്ക് നോക്കിയപ്പോൾ അഡ്മിഷൻ കിട്ടാതെ പോയെങ്കിൽ ഇവിടെ എൻട്രൻസിൻ്റെ ഞങ്ങളത് പറയുകയും ചെയ്തു. 12th മാർക്ക് നോക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓൾ ഇന്ത്യ മെറിറ്റ് അടിസ്ഥാനത്തിൽ പോകുമ്പോൾ അവൾക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് വരുമായിരുന്നു. പക്ഷേ ദൈവം കൃത്യമായിട്ട് ആ എൻട്രൻസിൽ അവൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള മാർക്ക് കൊടുത്ത് അവളെ ഏത് കോളേജിലാക്കണം ആ കോളേജിലാക്കി. അവളും പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് വ്യക്തമായിട്ട് ദൈവാത്മാവ് സംസാരിച്ചു, ഖാർഗറിലാണ് നീ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വില്ലേപ്പാർലയ്ക്ക് വേണ്ടി പിന്നെയും ശ്രമിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, ഞാൻ വില്ലേപ്പാർലയ്ക്ക് മാറത്തില്ല. കാരണം എൻ്റെ മനസ്സ് ഖാർഗറിൽ, ഹിന്ദി പറയും ബൈഡ് ഗയ എന്ന് പറയുന്നു, പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഖാർഗറിൽ പോയി ഉറച്ചു, ഇനി മാറുന്ന പരിപാടിയില്ലെന്ന് അവൾ പറയാനിടയെത്തുന്നു. അവസാനം ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഞങ്ങളിവിടെ ഒരു വീട് ഖാർഗർ ഏരിയയിൽ നോക്കുക, ഒരു വീട് റെൻറ്റിനെടുക്കുക, എന്നിട്ട് മോളെ അവിടെ താമസിപ്പിക്കുക. ഞങ്ങളും മമ്മിയും ഒക്കെ ഉണ്ട്, ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് അവിടെ കൂടെ വന്ന് നിൽക്കുക. മീരാ റോഡിൽ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ആർക്കാണോ സാവകാശം, എനിക്കാണ് അല്ലെങ്കിൽ സാൻഡിക്കാണ് അല്ലെങ്കിൽ മമ്മിക്കാണ് അല്ലെങ്കിൽ ഡാനിക്കാണ്, ആരാണ് ഫ്രീ ഉള്ളത് അവളുടെ കൂടെ വന്ന് താമസിക്കുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് ഞങ്ങൾ ഖാർഗർ ഏരിയയിൽ വീട് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചുരുക്കി പറയാം, ദൈവാത്മാവ് എനിക്കൊരു നിയോഗം നൽകി. തലോജ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇവിടെ കോളേജിൽ നിന്ന് 3.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലം, ഖാർഗറിൻ്റെ പകുതി റെൻറ്റിന് ദൈവം തലോജയിലൊരു വീട് തന്നു. ആ വീട് എടുത്തതും ഭയങ്കര ദൈവപ്രവൃത്തി. തലോജയിൽ വീട് കിട്ടണം, തലോജയിൽ പരിചയങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ
നമുക്കറിയാമല്ലോ, ആസാദിയുടെ പ്രേക്ഷകർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അവർ തലോജയിലുമുണ്ട്. ഞാൻ വെറുതെ നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിൽ തലോജക്കാരൊക്കെ ഉണ്ടെന്നൊന്ന് അന്വേഷിച്ചു. കുറേ തലോജക്കാരുടെ നമ്പർ കിട്ടി എനിക്ക്. ഇവരൊക്കെ തലോജയിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടുള്ളവരാണ്. അപ്പം അതിനകത്ത് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി ജെനി സിസ്റ്ററും ജോബിൻ ബ്രദറും, അവർ തലോജയിലാണ് താമസിക്കുന്നത്. പലപ്പോഴും എന്നോട് പല പാസ്റ്റർമാരുടെ നമ്പറും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ജെനി സിസ്റ്റർക്ക് ഒരു മെസ്സേജ് ഇട്ടു, സിസ്റ്റർ തലോജ ഏരിയയിൽ ഞങ്ങളൊരു വീട് നോക്കുന്നു. സിസ്റ്റർക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷം. വേഗത്തിൽ തന്നെ മറ്റൊരു ഫാമിലി, മെൽവിൻ ബ്രദറും ജിനു സിസ്റ്ററും, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവസാനം അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെ അവരുടെ മുകളിലത്തെ ഫ്ലോറിൽ ഒരു മലയാളിയുടെ ഫ്ലാറ്റ്, കഴിഞ്ഞ 5 വർഷമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നൊരു ഫ്ലാറ്റ്. ആ ഫ്ലാറ്റ് അദ്ദേഹത്തിന് വാടകയ്ക്ക് കൊടുക്കാൻ താല്പര്യം പോലും ഇല്ലായിരുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു തന്നു. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2-3 കാര്യം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ അടുത്തായിരിക്കണം മോൾക്ക് ട്രാവൽ ചെയ്യാൻ. കാരണം മോടെ കോളേജിൻ്റെ പ്രത്യേകത പേട്പാട എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് കോളേജിൻ്റെ ഗേറ്റിലോട്ടാണ്. അതായത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് 10 മീറ്റർ നടന്നാൽ കോളേജിൻ്റെ ഗേറ്റ്, സ്റ്റേഷൻ്റെ ഗേറ്റ് വെളിയിലോട്ട് വരുന്നു, കോളേജിലോട്ട് കയറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തലോജയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മെട്രോ സ്റ്റേഷനുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ച്, കർത്താവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു വീട് തരണം. ആളുകൾ പറഞ്ഞു അത് റെൻറ്റ് കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇവിടെ ദൈവം തന്ന വീട് പെൺതാർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ 50 മീറ്റർ ദൂരെ. ഇപ്പോൾ സാൻഡി ഇവിടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നോക്കും, മോള് നടന്ന് മെട്രോ സ്റ്റേഷനിൽ പോയി കിടന്ന് നോക്കും. വൈകിട്ട് അവൾ വരുമ്പോൾ, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ, സാൻഡി അവിടെ നിന്ന് അവൾ നടന്ന് മെട്രോ സ്റ്റേഷൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി നടന്ന് വീട്ടിലേക്ക് വരുന്നത് നോക്കി നിൽക്കും. എന്തായാലും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവത്തിൻ്റെ പ്രൊവിഷൻ ഞങ്ങൾ അനുഭവിച്ചു. അവളുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയുടെ സമയങ്ങളായിരുന്നു, ടെൻഷൻ്റെ സമയങ്ങളായിരുന്നു. ദൈവം നല്ലൊരു കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കൊടുത്തു. അതും BSc സൈക്കോളജിക്ക് തന്നെ അഡ്മിഷൻ കൊടുത്തു. താമസിക്കാനുള്ള സ്ഥലം ഒരുക്കി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഭാഗികമായിട്ട് ന്യൂ ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഭാഗികമായി എന്ന് പറയുമ്പോൾ മീര റോഡിലാണ് നമ്മുടെ ചർച്ച്. നമുക്ക് അവിടെ താമസിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആഴ്ചയിലെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ഞാനും സാൻഡി ഇവിടെ ഡോണാമോടെ കൂടെ കാണും. പിന്നെ ഡാനിമോനും അമ്മച്ചിയും ഒക്കെ ഇവിടെ കാണും. ആരെങ്കിലുമൊക്കെ ഡോണാമോളുടെ കൂടെ ഇവിടെ കാണും. പിന്നെ ശനിയാഴ്ചയാകുമ്പോൾ കോളേജ് ഇല്ലല്ലോ, പിന്നെ ശനിയാഴ്ച വൈകിട്ട് ഡോണാമോൾ അങ്ങ് തിരിച്ച് മീര റോഡിൽ ഞങ്ങളുടെ കൂടെ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്ലാനുമില്ലാതെ, ഞങ്ങളറിയാതെ ദൈവം ഞങ്ങളുടെ കാലുകളെ തലോജയിൽ കൊണ്ടെത്തിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ദൂതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ഇവിടെ ദൈവം കൊണ്ടുവന്നതിൻ്റെ പിൻപിൽ എന്താണോ ദൈവത്തിൻ്റെ ഉദ്ദേശം അത് നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ന്യൂ ബോംബെയിലുള്ള അനേകർ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, പാസ്റ്ററെ ന്യൂ ബോംബെയിലൊന്നും വരാറില്ലയോ എന്ന്. അതുകൊണ്ട് ന്യൂ ബോംബെയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫാമിലി ടൈം കാണുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ബേലാപൂർ മുതൽ ഇങ്ങോട്ട് തലോജ വരെ, അല്ല ഖാർഗർ, ഈ ഭാഗത്തു നിന്നൊക്കെ പനവേൽ, ഇതൊക്കെ ഞങ്ങൾക്ക് അടുത്ത സ്ഥലങ്ങളാണ്. കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളും ന്യൂ ബോംബെക്കാരായിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ബോംബെയുടെ ഒരു ദൃഷ്ടിക്ക് കൂടെ വെച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു അനുവാദം, ഒരു അവകാശം നൽകിയിരിക്കുന്നു. പ്രാർത്ഥന ഞങ്ങളുടെ ചർച്ചിൽ എന്നും രാവിലെ മോർണിംഗ് ടു പ്രെയർ ഉണ്ട്. അന്നേരം തലോജയെ പറ്റി എന്നും അവർ ഞങ്ങളുടെ ചർച്ചിലുള്ളവർ പ്രാർത്ഥിക്കുന്നു. ചർച്ചിലുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം കൂടെ കിട്ടി. ചർച്ചിന് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ച് ചർച്ചസ് ഉണ്ട്. വിരാർ പോലെയുള്ള സ്ഥലങ്ങളിൽ, മഹാരാഷ്ട്രയുടെ പല സ്ഥലങ്ങളിൽ നമുക്ക് ബ്രാഞ്ച് ചർച്ചസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മോർണിംഗ് ഡ്യൂവിൽ നമ്മുടെ ദൈവസഭ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ തലോജയിൽ ഞങ്ങളുടെ ദൈവദാസൻ പോയി ഭാഗികമായിട്ട് താമസിക്കുന്നു, കാലുകുത്തി ആ ദേശത്തെ അനുഗ്രഹിക്കണം, വിടുവിക്കണമെന്ന് പറഞ്ഞ് ന്യൂ ബോംബെക്ക് വേണ്ടി മീരാ റോഡിലുള്ള ഞങ്ങളുടെ ചർച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ന്യൂ ബോംബെയിലുള്ള ദൈവമക്കളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മീക ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ന്യൂ ബോംബെ വരുമ്പോൾ കാണാൻ വളരെ അടുത്ത ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ന്യൂ ബോംബെയിലെത്തിയ കഥ ഒന്ന് പറയാം ഈ ഫാമിലി ടൈമിലൂടെ എന്ന് ചിന്തിച്ചു.
ദൈവമെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ സാക്ഷ്യം ഇതിനോട് ഡോണമോള് ചർച്ചയിൽ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ചെറിയ ക്ലിപ്പാണ് കേട്ടോ, ഞാൻ ആസാദിയിൽ അത് അപ്ലോഡ് ചെയ്യാം. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവനാണ്, വിശ്വസ്തനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഹിതം പറഞ്ഞ് ജീവിക്കുന്നതിലപ്പുറമായിട്ട് എന്ത് നന്മയാണുള്ളത്. എനിക്ക് സത്യത്തിൽ ദൈവാത്മാവ് BSc സൈക്കോളജി എടുക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ദൈവപദ്ധതി എന്താണെന്ന് എനിക്ക് അപ്പോഴറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിയൊക്കെ എടുത്താൽ അതിൽ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജിയിൽ തന്നെ ഡോക്ടറേറ്റ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രാക്ടീസ് ചെയ്യത്തക്കവണ്ണം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യത്തക്കവണ്ണം സാധ്യതയുള്ളൊരു മേഖലയാണ്. അനേക പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ അവൾ നന്നായിട്ട് പഠിച്ചാൽ ദൈവം അവളുടെ കൂടെ ഇരുന്ന് അവളെ കരം പിടിച്ച് നടത്തിയാൽ ഒരു ഡോക്ടറാകും. ഗൈനക്കോളജിസ്റ്റ് അല്ല, ഒരു സൈക്കോളജിസ്റ്റ് ആകാനുള്ള സാധ്യതയുടെ വഴിയെ ദൈവം തുറന്നിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾക്ക് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ പറയുന്നത് കോവിഡ് അനന്തര ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു മേഖലയാണ് സൈക്കോളജിസ്റ്റുകൾ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ കേരള ഗവൺമെൻറ് ഒക്കെ ജില്ലാ ഭരണകൂടമൊക്കെ എത്ര സൈക്കോളജിസ്റ്റുകളുടെ സേവനമാണ് ആവശ്യപ്പെട്ടത്. കാരണം ആ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നവരെ ബലപ്പെടുത്തുവാൻ. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ സെൻ്ററുകളിൽ, വൃദ്ധസദനങ്ങളിൽ ഒക്കെ സൈക്കോളജിസ്റ്റുകൾ ആവശ്യമാണ്, ആശുപത്രികളിൽ ആവശ്യമാണ്. കാരണം ഇന്നത്തെ മനുഷ്യൻ, ആധുനിക മനുഷ്യൻ അല്ലേ, പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ടൊക്കെ മല്ലടിച്ച് ടെൻഷനുമായിട്ടൊക്കെ ഇങ്ങനെ പൊരുതി നിൽക്കുമ്പോൾ നാളെയുടെ ഒരു വലിയ ഒരു 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 സേവന ഓപ്പർച്യൂണിറ്റിയാണ് സൈക്കോളജിസ്റ്റ് ആകുക എന്നുള്ളത്. ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്ത് പഠിച്ചാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധത്തിൽ നിൽക്കണം. ഞങ്ങളുടെ ആദ്യത്തെ കോളേജിലെ ദിവസം തന്നെ ചില പേരൻസ് എഴുന്നേറ്റിട്ട്, ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് പേരൻസും കുഞ്ഞുങ്ങളൊക്കെ ഒന്നിച്ചുള്ള ഒരു സെഷനിൽ ചില പേരൻസ് എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഇവർ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എത്ര ശമ്പളം കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഡോണാമോൾ പഠിക്കുന്നത് സൈക്കോളജിസ്റ്റായിട്ട് വലിയ പണക്കാരിയാകാനല്ല, മറിച്ച് അവളുടെ ജീവിതം കൊണ്ട് ചിലരെങ്കിലും ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നെങ്കിൽ ദൈവരാജ്യത്തിനുള്ളൊരു അനുഗ്രഹമാകട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നതിന് നന്ദി പറയുന്നു. Praise the Lord. I thank God for the wonderful opportunity that God has given me to stand in the presence of God again. I would like to sing a couple of lyrics, song from the song. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും. So, as you all know that 11th and 12th, my decision was something else only. It was not like, why do I cry? I don't know. Okay, I don't want to cry, but then it's automatically coming. Okay. 11th and 12th, my decision was really extremely different. I didn't want to go in psychology field. Like, even in my subjects, I didn't like it. I mean, I liked it as a subject, but not the teachers or anyone related to psychology. I really looked down on psychology. But by the end of 12th, I used to always think one thing in my mind, that what will I do if I go into like a MBBS or anything? What will I do? How do I treat people? I was thinking that maybe if I become a doctor, people will listen to me and people will, take my guidance, and I will be able to share gospel with them. That's what my ultimate motive was. So
So I used to always think, why not I can read their minds and all. But it never occurred in my mind that I will go into psychology, or it was never in my mind. That's the reason the song itself says, "Oru kannum adu kandittilla, kaadugalum adu kettattilla." What has God has kept for me, He has revealed it in the best time. And God has amazingly confirmed through each and every instance. Wherever I was lacking my faith, God built me up from down. He brought me up. Hallelujah. Because as you all know, in BSc psychology, the course which I was looking for, वो यहाँ कहीं मिलने का चांस ही नहीं, मतलब बहुत ही रेयरली कॉलेजेस में था, लाइक 2-3 कॉलेजेस में रेयरली मिलेगा, एंड बहुत सारे दूर में भी थे. लाइक इफ आई वांट टू गो फॉर psychology, I would have gone for like out of Mumbai maybe. So there were only like 2 colleges I applied to. I was about to apply in St. Xavier's, which was BA, but then I stopped the admission in half process actually. I didn't want to do St. Xavier's because it was BA. But then the 2 colleges I applied to, in the first Mitibhai College, they brought out, like they said they will bring out like 3 merit lists, but they only brought out 2 merit lists, and the cutoff was really high. But then in NMIMS College, there were two branches of it, Vile Parle and Navi Mumbai. So my first option was Vile Parle, and the second was Navi Mumbai. And then the college entrance exam happened, and I was like, okay, it went okay-ish for me. And then my first option was, as I said, it was Mumbai. So on 24th, the merit list was about to be coming, but it came on 22nd, and it was written that I was waitlisted in there, and my waitlist numbers was 797, which is like close to impossible because there are only like near to like 300 seats, hardly like 300 seats, in like including both the colleges combined. So 797, I don't know, it was impossible to get in. But then on 24th, I still remember it completed like 1 month of confirmation from Moses Pastor actually. When Moses Pastor came for our changed event on 24th, the day before the event, I got a confirmation from him as well that yes, I need to go for psychology. And exactly 1 month later on 24th, the merit list was about to come on 5 o'clock, and I was like praying at 1:30. I was like singing some songs, and I was doing some vocal practice. And then at that same time, achanak se I felt really, really sad because I felt like I have no backup. Like if this college goes, I have no other way. I don't have any other college options. But I believe that God had everything planned. The moment I was crying, and just that time I opened the exact same time I opened the dashboard, and it was written that it is confirmed in Navi Mumbai. The admission is confirmed in Navi Mumbai. So I thank God a lot because it was personally my experience that God spoke to me at the right moment that Navi Mumbai was the campus. Even though we wanted to get into Vile Parle, it was all good. It was near to me and all, but then at the right moment God answered me, and I believe it was Navi Mumbai. Even though I know like everyone wants me to be near in the surrounding, but I may have to travel a lot, or then I'll have to go for accommodation or something that we'll have to arrange. I ask everyone to keep me in your prayers. This is a BSc Applied Psychology Honors and Research Program. So 4 years till 2028, I will be in Navi Mumbai campus. I ask for your prayers that please pray for my accommodation and my stay, and everything in college goes well. And I ask for prayers that while I'm meeting new people over there, I may represent Christ over there, because I'm going as a new person. They don't know me yet, so I want to represent Christ over there. So do pray for me, for my spiritual life, my studies, my family, everything. Amen. Thank you. God bless you all. Have a wonderful time. God bless you. Thank you for watching.